സ്ട്രെസ് മാനേജ്മെൻറ്റ് സീരീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. അറിഞ്ഞോ അറിയാതെയോ നമുക്ക് നഷ്ടപ്പെട്ട ചില ബന്ധങ്ങൾ, അവ നമുക്ക് വീണ്ടും നന്നാക്കിയെടുക്കാൻ സാധിക്കുമോ? സാധിക്കുമെങ്കിൽ എങ്ങനെ? ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഈ എപ്പിസോഡ് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ എന്നത്തെയും പോലെ നമ്മുടെ കൈപിടിച്ച് നടത്താൻ ഷീബ സിസ്റ്റർ നമ്മോടൊപ്പമുണ്ട്. സിസ്റ്റർ, നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. സ്വാഗതം സിസ്റ്റർ. ഓം ശാന്തി. ഓം ശാന്തി. സിസ്റ്റർ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ മനോഹരമായൊരു യാത്രയായിരുന്നു വിഡ്രോവലിനെ കുറിച്ച്. വിഡ്രോവൽ എങ്ങനെ സംഭവിക്കുന്നു ജീവിതത്തിൽ, അതിന് എന്തൊക്കെയാണ് കാരണങ്ങൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ശരിക്കും ഈ വിഡ്രോവൽ സംഭവിച്ചു കഴിഞ്ഞ ആളുകളുണ്ടാവും ഒരുപാട്. ഈ ലോകത്തിൽ അങ്ങനെയുള്ള ആളുകളാണ് എനിക്ക് തോന്നുന്നു കുറേ ആളുകളൊക്കെ അങ്ങനെ ഒരു അനുഭവമുള്ളത് നമ്മൾക്കറിയാം. അപ്പോൾ അത്തരത്തിൽ ഓൾറെഡി വിഡ്രോവൽ സംഭവിച്ച് അല്ലെങ്കിൽ ബന്ധങ്ങൾ തകർന്നിരിക്കുന്ന ആളുകൾക്ക് അവർക്ക് നമുക്ക് കൊടുക്കാവുന്ന സൊല്യൂഷൻ എന്താണ്? അവർ എങ്ങനെയാണ് അവരുടെ ബന്ധങ്ങളെ വീണ്ടും നന്നാക്കാൻ സാധിക്കുക? രണ്ട് ടൈപ്പ് ആളുകൾ, തകർന്ന ബന്ധങ്ങളുള്ള ആളുകൾ. ഒരു ഗ്രൂപ്പ് തകർന്നിട്ടും പൂർണ്ണമായി തകരാത്തതുകൊണ്ട് അവരങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളുകൾ കുറേ പേര്. കുറേ ആളുകൾ തകർന്ന് ദൂരേക്ക് പോയവർ, രണ്ടും കാണാം നമുക്ക്. അതിൽ ചില റിലേഷൻസ് നമ്മുടെ മനസ്സിൽ തകർന്നിട്ടുണ്ടെങ്കിൽ പോലും ഒഴിവാക്കാനാവില്ല അവരെ. അങ്ങനെയുള്ള റിലേഷൻസ് ഉണ്ടല്ലോ, പാരൻസ് ആണെന്ന് വിചാരിക്കുമോ, അവരെത്ര തന്നെ നമ്മൾ പരസ്പരം ഇപ്പോൾ പലപ്പോഴും നമ്മൾ കാണും, കല്യാണം കഴിഞ്ഞു ഭാര്യയായിട്ട് ജീവിക്കുന്ന സമയത്ത് ഇൻലോസ് നമ്മുടെ ലൈഫിലേക്ക് വരുന്ന സമയത്ത് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റിക്കൊള്ളുന്നില്ല, അല്ലെങ്കിൽ അമ്മയും മകനും തമ്മിൽ പറ്റിച്ചേർന്നോണമെന്നില്ല, മകളും തമ്മിൽ ചേരണമെന്നില്ല. അങ്ങനെയുള്ള റിലേഷൻസാണ് നമ്മൾ അകന്നു പോയതെങ്കിൽ നിയമത്തിൻ്റെ പേരിൽ, ബന്ധത്തിൻ്റെ പേരിൽ ഒത്തുചേരുന്നുണ്ടായിരിക്കും, ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പോൾ പ്രത്യേകിച്ചും സെലിബ്രേഷൻസൊക്കെ വരുന്ന സമയത്ത് ഓണം വരികയാണ്. ഓണം വരുമ്പോൾ എല്ലാവരും ഓണത്തിന് വരിക, അമ്മയ്ക്ക് കൊടുക്കുക, പോവുക, അതങ്ങ് കടമ തീർത്താൽ പോന്നേക്കേ എന്നൊക്കെ പറഞ്ഞൊക്കെ പോകുന്ന പല കാര്യങ്ങളും നമുക്ക് കാണാം. അത്തരം റിലേഷൻസിനെ നമുക്കൊന്ന് ഹീൽ ചെയ്യാൻ പറ്റിയാൽ അത് നമുക്ക് ജീവിതത്തിൽ ആ ഒരു മടുത്ത ദിവസങ്ങൾക്ക് പകരം, അത് ഇങ്ങനെയുള്ള ദിവസങ്ങൾ വരുമ്പോൾ പലപ്പോഴും ഒരു ഓണം വിഷു നമുക്ക് സന്തോഷിക്കുന്നതിന് പകരം ആ സമയം ഭയങ്കര സംഘർഷത്തിൻ്റെ ദിവസങ്ങളായി മാറും. കാരണം പോണ്ടേ അവരടുത്തേക്ക് നിന്നല്ലേ പറ്റൂ, ചെയ്തല്ലേ പറ്റൂ. ഇങ്ങനെയുള്ളതായിരിക്കുന്ന ബന്ധനങ്ങൾ കുരുങ്ങിയിട്ടുണ്ടാവുന്ന സമയം വരുമ്പോൾ അവിടെ ആ ബന്ധങ്ങൾ നമുക്കൊന്ന് സുഖപ്പെടുത്താൻ സാധിച്ചാൽ എല്ലാ ദിവസവും ഒന്നിച്ചില്ലെങ്കിൽ പോലും ഒന്നിച്ചുള്ള ദിവസങ്ങളിൽ സന്തോഷിക്കാൻ നമുക്ക് സാധിക്കുമല്ലോ. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചില മെത്തേഡ്സ് ഉണ്ട്. അത് 2-3 മെത്തേഡ് തന്നെയുണ്ട് ചെയ്യാനുള്ളത്. നമ്മൾ ഒന്നിച്ചുണ്ടെങ്കിലും ഒന്നിച്ചില്ലെങ്കിൽ പോലും നമുക്ക് ഒന്നിപ്പിക്കാൻ. ഇനി ചിലപ്പോൾ ഹസ്ബൻഡ് വൈഫ് റിലേഷൻസ് ആയിരിക്കാം, ചില മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് കൊണ്ട് അവരങ്ങ് അകന്നു പോയി, ആ ലെവലെത്തിപ്പോയി. പക്ഷേ എന്നാലും വീണ്ടും ഒന്നിക്കണം, വരണം എന്നത്രയധികം ഹൃദയംഗമമായിട്ട് ആഗ്രഹിക്കുന്ന പലരും ഉണ്ടായിരിക്കും. അവർക്കൊക്കെ വേണ്ടി ഞാനൊരു സൊല്യൂഷൻ മെത്തേഡ് ആദ്യമായി തന്നെ പറഞ്ഞു തരാണ്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഹാർട്ടിലാണല്ലോ ഫീലിങ്സ് അഥവാ വൈബ്രേഷൻസ്. ഇതാണ് റിലേഷൻസിനെ കൂടി ചേർത്തതും ആ റിലേഷൻസിനകറ്റി കൊണ്ടുപോയതും. അതുകൊണ്ട് നമുക്കൊരു അകന്നിരിക്കുന്ന ഒരാളടുത്ത് ആദ്യം പോയിട്ട് എന്നോട് കുറച്ച് അവർക്ക് മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നു കഴിഞ്ഞിരിക്കുന്നു, അവർക്ക് എന്നോട് കുറച്ച് വെറുപ്പ് വന്നു കഴിഞ്ഞിരിക്കുന്നു മനസ്സിൻ്റെ ഉള്ളിൽ. ചില സാഹചര്യങ്ങൾ കൊണ്ട് അറിയാതെ നമ്മുടെ കയ്യിൽ നിന്ന് സംഭവിച്ചതാവാം. അഥവാ ഒരു കാര്യം നമ്മൾ പറയില്ല, 2 കൈ കൊട്ടുമ്പോഴാണ് ശബ്ദം ഉണ്ടാവുക എന്ന് പറഞ്ഞ പോലെ 2 ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ടാവാം, പലതും ഉണ്ടായിട്ടുണ്ടാവാം. അങ്ങനെ ഒരു ബന്ധം ഉണ്ടായി എങ്കിൽ ഉറപ്പായിട്ടും അവിടെ ഒരു നെഗറ്റീവ് ഫാക്ടർ വന്നു എന്നുള്ള കാര്യം തീർച്ചയാണ്. അപ്പം അങ്ങനെ ഒരു നെഗറ്റീവ് ഫാക്ടർ വന്നിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് ക്ഷമാപണം എന്ന മെത്തേഡിലൂടെ ആദ്യം വൈബ്രേഷൻ കൊണ്ട് ഹീൽ ചെയ്യാം. ക്ഷമാപണം എന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കറിയാലോ, ഈ എല്ലാ ബന്ധങ്ങളെയും കൂട്ടിയിണക്കിയ ആ പരമമായ കണ്ണിങ്. നമ്മൾ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് എന്നുള്ളതായിരിക്കുന്ന എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, എങ്ങനെയാണ് ഭഗവാൻ ജീവാത്മാക്കളുടെ സർവ്വസംബന്ധിയാകുന്നത് എന്ന്. പിന്നെ ഈശ്വരൻ്റെ സ്റ്റേജിലാണെങ്കിൽ അവിടെ ഒരിക്കലും കുറയാന്നൊരു സ്റ്റേജില്ലല്ലോ, ഓൾവേസ് ഫുള്ളാണ്. അപ്പോൾ എന്ത് കാരണം കൊണ്ടാണെങ്കിലും ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു റിലേഷൻ്റെ ഉള്ളിൽ ഒരു വിള്ളൽ വന്നിട്ടുണ്ട് എങ്കിൽ അത് നമ്മുടെ ഉള്ളിലും ഒരു വിള്ളൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും, ഒരു മുറിവുണ്ടാക്കിയിട്ടുണ്ടാവും. ഒരു മുറിവുണ്ടാക്കിയ ചേർത്തം അവിടെ വേദനയാണ്. വേദന എന്ന് വെച്ചാൽ അർത്ഥം അവിടെ എനർജി ചോർന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യം സുഖപ്പെടുത്തേണ്ടത് നമ്മളെയാണ്. ഒരു മുറിവുള്ള ക്ഷീണിച്ച വീക്കായ ഒരാൾക്ക് മറ്റൊരാളെ താങ്ങി നിർത്താൻ സാധ്യമല്ല. 2 വീക്കായിട്ടുള്ള ആളുകൾ കൂടിയിട്ട് അന്യോന്യം താങ്ങാൻ പോയാൽ 2 ആളും വീഴുകയുള്ളൂ, അല്ലാതെ അവിടെ നിന്ന് കയറി വരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഒരാൾ പവർഫുൾ ആവണം. മീൻസ് ആ ഒരു റിലേഷനിൽ എൻ്റെ ആ ഒരു ബന്ധത്തിനെ നന്നാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ചിലർത്ഥം ആദ്യം ഞാൻ ചെയ്യേണ്ട പണി എന്നെ പവർഫുള്ളാക്കുക എന്നുള്ളതാണ്. അതിനുപയോഗിക്കുന്ന മെത്തേഡ് മെഡിറ്റേഷൻ, നത്തിങ് എൽസ്. ഈശ്വരനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരാണല്ലോ
പറഞ്ഞിരുന്നില്ലേ രാജയോഗത്തെക്കുറിച്ച്. യോഗ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ ബന്ധം അല്ലെങ്കിൽ കണക്ഷൻ എന്നാണ്. രാജയോഗ എന്ന് ചേർത്തം ഈശ്വരനുമായിട്ടുള്ള ബന്ധം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഏത് റിലേഷനാണോ വീക്കായിരിക്കുന്നത്, ഫോർ എക്സാമ്പിൾ എൻ്റെ ഹസ്ബൻഡാണെന്ന് വിചാരിക്കൂ. എൻ്റെ ഹസ്ബൻഡുമായിട്ടാണ് എനിക്ക് അങ്ങനെ ഒരു തകർച്ച ഉണ്ടായിട്ടുള്ളതെങ്കിൽ വൈഫിൻ്റെ മനസ്സിങ്ങനെ വിങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്താ ചെയ്യുക, പരമപിതാവായിരിക്കുന്ന ഭഗവാനുമായിട്ട് എല്ലാ ജീവാത്മാക്കളുടെയും ആത്മസ്വരൂപത്തിലെ പതി പരമാത്മ തന്നെയല്ല, അതുകൊണ്ടല്ലേ പതി പരമേശ്വരൻ എന്ന് പറയുന്നത് തന്നെ. പതി പരമേശ്വരനാണെന്നല്ല, എല്ലാ ജീവാത്മാക്കളുടെയും പതി പരമേശ്വരൻ എന്നാണ് അർത്ഥം. അപ്പോൾ അതുകൊണ്ട് പതി പരമേശ്വരനുമായിട്ടുള്ള ജീവാത്മാവിൻ്റെ ബന്ധം ക്രിയേറ്റ് ചെയ്യുക. മെഡിറ്റേഷനിൽ ഈശ്വരനെ, പരമപിതാവായിരിക്കുന്ന ഭഗവാനെ നീ എൻ്റെ പതിയുമാണ് എന്ന റിലേഷനിൽ ആ എനർജി റിസീവ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഏത് റിലേഷൻ കൊണ്ട് മുറിക്കപ്പെട്ടോ ആ റിലേഷൻ തന്നെ നമുക്കവിടെ ഹീലിംഗ് വരാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ ആ ഒരു വേദനയുടെ ആഴത്തിന് മാറിയിട്ട് മനസ്സവിടെ ഹീലാവും, കാമാവും, കൂളാവും, കംഫർട്ടാവും. ഈ ഒരു സ്റ്റേജ് എത്തും മുന്നേ നിങ്ങൾ എന്തൊരു സ്റ്റെപ്പിന് പോയാലും, കാരണം എൻ്റെ ഉള്ളിൽ നിറച്ചു വെച്ചിരിക്കുന്ന ഊർജ്ജത്തെ മാത്രമേ എനിക്ക് ഒഴുക്കാൻ സാധിക്കുള്ളൂ. അത് എൻ്റെ ഉള്ളിൽ വേദനയുടെ വൈബ്രേഷനാണ് നിറച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ ഒഴുക്കുന്ന വൈബ്രേഷൻ തീർച്ചയായിട്ടും എന്ത് മാത്രമേ ഒഴുക്കാൻ പറ്റുള്ളൂ, വേദന മാത്രമേ ഒഴുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ മനസ്സിലെ വേദനയെ ഞാൻ ഹീൽ ചെയ്യാത്തിടത്തോളം കാലം വേറൊരാളെ മനസ്സിൻ്റെ വേദന എനിക്ക് ഹീൽ ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മനസ്സിലെ വേദന ഹീൽ ചെയ്യുന്നത് മുറിഞ്ഞ കാര്യം എന്താണോ അവിടെയാണല്ലോ എനിക്ക് ഹീൽ ചെയ്യേണ്ടത്. അതുകൊണ്ട് എൻ്റെ ഫ്രണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു വേദന ഉണ്ടാക്കിയതെങ്കിൽ ഈശ്വരനുമായിട്ടുള്ള സൗഹൃദം, എൻ്റെ അച്ഛനിൽ നിന്നാണ് എനിക്ക് ആ വേദന ഉണ്ടായിരിക്കുന്നതെങ്കിൽ എൻ്റെ അച്ഛനുമായിട്ട് ഭഗവാനെ കാണൂ, എൻ്റെ മകനിൽ നിന്നാണ് എനിക്ക് വേദന ഉണ്ടായിട്ടുള്ളതെങ്കിൽ മകനായിട്ട് ഭഗവാനെ കാണൂ. ഏത് ബന്ധമാണോ നിങ്ങൾക്ക് അവിടെ വേദന ഉണ്ടാക്കിയതെങ്കിൽ ആ ബന്ധത്തിൽ ഭഗവാനുമായിട്ടുള്ള സുഖം അനുഭവിക്കുക. അപ്പോൾ ആ സുഖം നിങ്ങളുടെ ആ ഒരു മുറിവിനെ ഹീൽ ചെയ്യും. അങ്ങനെ ഹീലിംഗ് വന്നു എന്നുള്ളതിൻ്റെ പ്രൂഫ് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുക? അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യണമല്ലോ നമ്മളെ. ഇപ്പം ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ ആ ഒരു കാര്യം എനിക്ക് ഹീലിംഗ് കൊണ്ടുവന്നിട്ടുണ്ടോ ഇല്ലെന്ന് മനസ്സിലാവുക എപ്പോഴാണെന്ന് വെച്ചാൽ, മുറിഞ്ഞുണ്ടെന്നുണ്ടെങ്കിൽ എന്താ നമുക്ക് മനസ്സിലാവുക? അവിടെ തൊടുമ്പോൾ വേദനിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും തട്ടിയാൽ ബ്ലഡ് ഒഴുകും. അതേപോലെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം പറയുമ്പോൾ ചെയ്യുമ്പോൾ ഒക്കെ ആ വേദനയുടെ സ്മൃതി വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കാൻ എന്താർത്ഥം? ഇവിടെ മുറിവ് ആക്റ്റീവായിട്ട് നിൽക്കുന്നു എന്നർത്ഥം. അപ്പം നമ്മളിത് സുഖപ്പെടുന്നു എന്നുള്ള കാര്യം നമുക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുക? ആ ഒരു സ്മൃതി പതുക്കെ 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 നമ്മുടെ ഉള്ളിൽ നിന്ന് മാറാൻ തുടങ്ങും. അവരെ കാണുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു അലർജി അല്ലെങ്കിൽ ആ ഒരു കാണുമ്പോഴത്തേനാവുന്ന ഇറിറ്റേഷൻ, അതൊക്കെ നമ്മളിൽ നിന്ന് പതുക്കെ പതുക്കെ കുറയാൻ തുടങ്ങും. ആ വേദനയും ആ സ്മൃതിയും ആ ഇറിറ്റേഷനും കുറയുന്നതിനനുസരിച്ച് രണ്ട് വിധത്തിലും കുറയാറുണ്ട് കേട്ടോ. കാലം കഴിയുമ്പോഴും ഇതൊക്കെ കുറയാറുണ്ട്. പക്ഷേ കാലം കൊണ്ട് മാത്രം മുറിപ്പെടുമ്പോൾ സംഭവിക്കുന്നില്ല. അത് മേലെ മാത്രം, ആ മുറിവ് മേലെ ഉണങ്ങുകയുള്ളൂ, ഉള്ള് അവിടെ നിൽക്കും പച്ചച്ചുകൊണ്ട്. നമ്മൾ പറയില്ലേ മുറിയുടെ മേലെ ഉണങ്ങിയിട്ടുണ്ട് പക്ഷേ ഉള്ളു മുറിവ് ഉണങ്ങിയിട്ടില്ല. അത് കാരണം കൊണ്ട് എന്തെങ്കിലും ഉണ്ടായാൽ പെട്ടെന്ന് അത് വീണ്ടും ആക്റ്റീവായി വരുമെന്ന്. കാലഘട്ടങ്ങൾ കൊണ്ടും പല മുറിവുകൾ ഉണങ്ങുന്ന മനുഷ്യന്മാർ പറയും. പക്ഷേ കാലഘട്ടങ്ങൾ കൊണ്ട് മേലെ ഉണങ്ങുള്ളൂ, അകത്ത് ഉണങ്ങില്ല. അതുകൊണ്ട് ഒരു ചെറിയൊരു പോറലുണ്ടാകുമ്പോഴത്തേക്ക് അതിൻ്റെ പണ്ടത്തെ 10 മടങ്ങായിട്ടത് അങ്ങ് പൊട്ടിത്തെറിക്കുകയുണ്ടാവും. അപ്പം അതുകൊണ്ട് അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളെടുത്ത് ആ ഒരു റിലേഷൻ ഈശ്വരനുമായിട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അത് അവിടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നാണ് ആദ്യം സുഖപ്പെടുന്നത്. അങ്ങനെ നമ്മുടെ ഉള്ളിൽ നിന്ന് ആ മുറിവ് ഉണങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ആ വ്യക്തിയെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഇറിറ്റേഷൻ, വിഷമം, ഫീലിങ്സ് എല്ലാം മാറും. എന്തെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴേക്കും ആ വിഷമം വന്നു, നിങ്ങളൊന്ന് വല്ലതും വായിക്കാൻ തുടങ്ങുമ്പോൾ സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടുമ്പോഴത്തേക്കും അതേ ഓർമ്മ വരാൻ തുടങ്ങും. പിന്നെ ദുഃഖത്തിൻ്റെ ഒരു ദൃശ്യം കാണുമ്പോഴേക്കും നമ്മളൊപ്പം കരഞ്ഞു പോകും. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ദുഃഖത്തിൻ്റെ ദൃശ്യം കാണുമ്പോൾ മനുഷ്യന്മാർ കരയുന്നത് ആ ദുഃഖത്തിൻ്റെ വേദന ഏറ്റുവാങ്ങിയിട്ടല്ല. നമ്മുടെ ഉള്ളിൽ കുറേ വേദനയുടെ സ്മൃതികളുണ്ട്, ഓൾറെഡി ഉണ്ട്. അപ്പോൾ അത് വരുമ്പോൾ സിമിലറായിട്ട് ഇവിടെ വന്നങ്ങ് ക്ലിക്കാവുമ്പോൾ ആ ദുഃഖം ആക്റ്റീവ് ആവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ദുഃഖത്തിൻ്റെ ദൃശ്യം കാണുമ്പോഴത്തേക്കും ഞാൻ കരഞ്ഞു പോകുന്നു വെച്ചാൽ അർത്ഥം ഇവിടെ കുറേ ഫയൽ ഓൾറെഡി ദുഃഖത്തിൻ്റെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം ഫയലുകൾ നിങ്ങൾ പതുക്കെ പതുക്കെ റിമൂവ് ചെയ്യുന്ന അർത്ഥം അത് കേട്ടാലും നമുക്ക് അതിൽ നമ്മൾ അങ്ങനെ അബ്സർബ്ഡ് ആയിട്ട് പോവില്ല, അങ്ങനെ എന്താ പറയുക ഉൾവലിഞ്ഞു പോയിട്ട് അതായിത്തീരില്ല. നമ്മൾ ആ കേട്ടുകൊണ്ട് അവിടെ നമുക്ക് നിൽക്കാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് അങ്ങനെ എൻ്റെ മനസ്സിൽ ആ ഹീലിംഗ് നടക്കുന്നുണ്ടെന്ന് വെച്ചാൽ അർത്ഥം അതേ വ്യക്തിയുമായിട്ട് വീണ്ടും കാണുന്ന സമയത്ത് ആ സ്മൃതികൾ ഉണ്ടാക്കുന്ന മുറിവ് വീണ്ടും ഉണർന്നു വരില്ല എന്നർത്ഥം. അപ്പോൾ നമുക്ക് അങ്ങനെ വന്നാൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് അവർക്ക് പോസിറ്റീവ് വൈബ്രേഷൻ കൊടുക്കാൻ സാധിക്കും. ഇത് ക്ഷമാപണത്തിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ്. സെക്കൻഡ് സ്റ്റേജിൽ ഈശ്വരനെ നമ്മൾ കാണുക പ്രകാശമായിട്ട്, ലൈറ്റായിട്ട് ഭഗവാൻ നിൽക്കുന്നതായിട്ട്. പിന്നെ നമ്മളിനിപ്പോൾ എൻ്റെ മനസ്സിൽ സുഖപ്പെട്ടു എന്ന അവസ്ഥയിൽ ഞാൻ വിചാരിക്കണം എനിക്ക് അവരായിട്ട് ഹീൽ ചെയ്തേ പറ്റൂ. പിന്നെ ഇനി അങ്ങനെ ഉണ്ടായ കാര്യങ്ങൾ ഇന്നതൊക്കെയാണെന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വരുമ്പോൾ നിങ്ങളത് ആ ഹീലിംഗ് നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ആ മുറിവിൽ നിന്ന് വേദന വരുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വരുന്ന സമയത്ത്
ഈവൻ ദോ എൻ്റെ മെൻ്റൽ സ്റ്റേജ് ഞാൻ ഉയർത്തിയിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ സ്റ്റേജ് താഴത്ത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഞാൻ അതിനെ തൊടാൻ വരുമ്പോൾ അതിന് ബ്ലഡ് വരികയുള്ളൂ. അപ്പോൾ വീണ്ടും നമുക്ക് വിഷമിക്കാൻ അനുഭവിക്കാൻ സാധ്യത ഉണ്ടാവുകയുള്ളൂ. ആദ്യം സൂക്ഷ്മത്തിൽ വൈബ്രേഷനിൽ ഹീൽ ചെയ്യുക. എന്നിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ മെഡിറ്റേഷൻ്റെ എൻഡിൽ ആ വ്യക്തിനെ, ആരുമായിട്ടാണോ നമ്മുടെ തകർന്നു പോയ ബന്ധം നമ്മൾ ഹീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ആ വ്യക്തി നമ്മുടെ മുന്നിൽ നിൽക്കുന്നതായിട്ട് സങ്കല്പിക്കുക. എന്നിട്ട് മനസ്സിൽ അവരോടുണ്ടായ കാര്യങ്ങളൊക്കെ പറയുക. ഇങ്ങനെയല്ല, സപ്പോസ് നമ്മുടെ കയ്യിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക, ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, സോറി, ക്ഷമിക്കണം എൻ്റെ അടുത്ത്, ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചല്ല ചെയ്തത്, ഇങ്ങനെയാണ് സംഭവിച്ചത്, എന്താണോ അത് അതേപോലെ. അതിന് മാത്രം ഒരിക്കലും കലർത്തരുത്. കാരണം നമ്മുടെ ഭാഗം സേവ് ചെയ്തിട്ട് ഞാൻ നോക്കുക അവരോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഭാഗത്തിനെ മാറ്റി എനിക്ക് ഈ ഭാഗം ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, അങ്ങനെ പറയരുത്. കാരണം അതിൻ്റെ ഉള്ളിൽ ഒരിക്കലും കലർപ്പ് നടക്കില്ല. കാരണം ഉള്ളിലുള്ള ഫാക്ടറാണ്, പുറത്തുള്ളതല്ല. അപ്പോൾ അതിനുള്ളിൽ കലർത്താൻ നോക്കിയാൽ അത് കുറച്ചുകൂടെ മോശമാവേ ഉള്ളൂ, നന്നാവില്ല. അതുകൊണ്ട് എന്താണോ നമ്മൾ അതേപോലെ നമ്മൾ ഹൃദയത്തിൽ അവരോട് സംസാരിക്കുക. അത് സംസാരിച്ച് കഴിഞ്ഞിട്ട് അവർ നമ്മുടെ അടുത്ത് കേട്ട് കഴിഞ്ഞു എന്നും അവർ നമ്മുടെ ആ കാര്യത്തിൽ നമ്മൾ മാപ്പ് തന്നു എന്ന്, അഥവാ അവർ നമ്മളോട് മോശമായിട്ടാണ് പെരുമാറിയിട്ടുള്ളതെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ മനസ്സിന് വിഷമമുണ്ടായി, അതുകൊണ്ട് ഞാൻ ആ സമയത്ത് അങ്ങനെ പെരുമാറിപ്പോയത്, സാരല്ല, വിട്ടേക്ക്, ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന്. ഒന്നുകിൽ നമ്മൾ അവരോട് ക്ഷമ ചോദിക്കണം, അല്ലെങ്കിൽ നമ്മൾ അവരോട് ക്ഷമിക്കണം. ഇത് ഒരു ദിവസമല്ല. ഇത് നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾക്കതിന് റെസ്പോൺസ് മനസ്സിലാവുക. അവർ നമ്മളെ കാണുമ്പോൾ അവരെ കണ്ണുകളിലും അവരുടെ മുഖത്തും അവരുടെ വൈബ്രേഷനിലും നമ്മളോടതായിരിക്കുന്ന അകൽച്ചയിൽ കുറവ് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഓക്കെ, ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത്ര ദിവസം എന്നൊരിക്കലും പറയില്ല. കാരണം ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റും, എൻ്റെ ആധാറ്റല്ലേ പറയാൻ പറ്റുള്ളൂ. ഞാൻ ഒരാളോട് സംസാരിക്കുകയാണെങ്കിൽ അവർക്ക് ഇത്രയ്ക്ക് ദിവസം കൊണ്ട് എഫക്റ്റ് എത്തുമെന്ന് എനിക്ക് പറയാൻ പറ്റും. ഒരാളുടെ ഉള്ളിലേറ്റതായിട്ടുള്ള മുറിവുകൾ എത്ര ഉണ്ടായിരുന്നുവെന്നും അവരുടെ ആ സമയത്തുണ്ടായിരുന്ന മാനസികാവസ്ഥ ആധാരത്തിൽ അവർ ആ മുറിവിൻ്റെ ആഴം എത്ര ഉണ്ടായിരുന്നുള്ളത് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പം നമ്മളെ ഹീൽ ചെയ്ത ശേഷം അവർ തമ്മിലുണ്ടായതായിട്ടുള്ള ബന്ധത്തിൻ്റെ ഡെപ്ത് എത്ര ഉണ്ടായിരുന്നുള്ള കാര്യം അത് അവർക്കല്ലേ അറിയാൻ പറ്റൂ. അതുകൊണ്ട് ഇത്ര ദിവസം എന്നെനിക്കൊരിക്കലും പറയാൻ കഴിയില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പായിട്ടും അറിയാം, എന്തായാലും ഒരു 41 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും ഏതൊരു ഡെപ്തുള്ള മുറിവിന് വേണ്ടും അത് അവരുടെ ഉള്ളിൽ തട്ടാതിരിക്കില്ല. ആ തട്ടുന്നതിനനുസരിച്ച് അവർക്ക് നമ്മളുള്ളതായിട്ടുള്ള വൈബ്രേഷൻസിൽ മാറ്റം വരാൻ തുടങ്ങും. കാണുമ്പോൾ ഉള്ളതായിട്ടുള്ള ആ അകന്ന് നിൽക്കുന്ന ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു തകർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കൊരു മടി ഉണ്ടാവും നമ്മളോട് പെരുമാറാൻ. അല്ലെങ്കിൽ നമ്മുടെ തെറ്റാ സംഭവിച്ചിട്ടുള്ളതെങ്കിൽ നമുക്ക് അവരെ തെറ്റ് സംഭവിച്ചെങ്കിൽ അവർക്ക് അപകർഷതാബോധം, നമ്മുടെ എന്ന തെറ്റ് സംഭവിച്ചതെങ്കിൽ നമ്മളോട് അവർക്ക് അടുക്കാൻ ഒരു ദേഷ്യം അല്ലെങ്കിൽ വിദ്വേഷമൊക്കെ ഉണ്ടായേക്കാം. പക്ഷെ എന്നിരുന്നാൽ പോലും അതിൻ്റെ ഡെപ്ത് ഇങ്ങനെ പതുക്കെ കുറഞ്ഞു വരുന്നത് കാണാം. അപ്പോൾ അവരുടെ പെരുമാറ്റത്തിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഒരു ചേഞ്ച് അവിടെ ഉണ്ട്. ഇനി രണ്ടുപേർ അകന്നിരിക്കുന്നവർ തന്നെയാണെന്ന് വിചാരിച്ചോ, എന്തെങ്കിലും ഒരു നല്ല മെസ്സേജ് സെൻഡ് ചെയ്യുന്ന സമയത്ത് അവർ ബ്ലോക്ക് ചെയ്യുക, അവരത് നമ്പർ നിങ്ങൾ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണെങ്കിൽ ബ്ലോക്ക് ഓപ്പൺ ആക്കും. നിങ്ങൾ അങ്ങനെയുള്ളതായിട്ടുള്ള അകൽച്ചകളൊക്കെ കുറയ്ക്കാൻ തുടങ്ങും. അപ്പോൾ മനസ്സിലാക്കും, ഓക്കെ, അവിടെ എത്തുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഡെപ്ത് പതുക്കെ സ്റ്റേജ് ബൈ സ്റ്റേജായിട്ട് കൊണ്ടുവരിക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ റിലേഷനെ ഹീൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ക്ഷമാപണം എന്ന ഒരു മെത്തേഡാണ്. ഇത് സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലത്തിലേക്ക്. കാരണം മുറിവേറ്റത് ആക്ഷൻ സ്ഥൂലത്തിലാണെങ്കിലും ഇങ്ങനെ ഇരിക്കുന്നതായിട്ടുള്ളൊരു ആക്ഷനാണ് നടക്കുന്നതെങ്കിൽ പോലും അതിൻ്റെ ഡെപ്ത് മുഴുവൻ റെക്കോർഡ് ചെയ്തത് സൂക്ഷ്മത്തിലാണല്ലോ, നമ്മുടെ മൈൻഡിലാണല്ലോ, ബോധ മനസ്സിലും ഉപബോധ മനസ്സിലുമാണല്ലോ. അതുകൊണ്ട് നമ്മൾ ആക്ട് ചെയ്യുന്ന എവിടെ തന്നെ വേണം, ബോധ മനസ്സിൽ നിന്നും ഉപബോധ മനസ്സിൽ നിന്നും ആവണം. കാരണം നമ്മുടെ ബോധ മനസ്സിനേക്കാൾ ഒരു 30,000 മടങ്ങ് പവറുള്ള സാധനമാണ് ഉപബോധ മനസ്സെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനേൽക്കുന്ന മുറിവുകൾ നമ്മുടെ ബന്ധങ്ങളെ തകർത്തു കൊണ്ടുപോകുന്നതിൻ്റെ റീസണും. കോൺഷ്യസ് മൈൻഡിലൂടെ ഏതൊരു അനുഭൂതിയാണെങ്കിലും അത് ഡീപ്പാണെങ്കിൽ അത് സബ് കോൺഷ്യസ് മൈൻഡിൽ പോയി സേവായി മാറും. അതാണ് ഓരോന്ന് കഴിയുമ്പോൾ അടുത്ത് കഴിയുമ്പോൾ ഇന്ന് കുറച്ചൊരു മോശമായ ഒരു അവസ്ഥയുണ്ടായാൽ നാളെ അത് കുറച്ചുകൂടെ മോശമാവും നമ്മൾ കാണുന്നത്. കാരണം ഇവിടെ പോയിട്ട് സേവ് ചെയ്താൽ മോശമായിട്ടുള്ള ഫയലാണ്. അതുകൊണ്ടാണ് ആ വൈബ്രേഷൻ കുറേ കൂടെ മോശമാക്കുന്നത്, പിന്നെ തകർന്നങ്ങ് പോകുന്നത്. നന്നാക്കാൻ നോക്കുമ്പോഴും അത് നമുക്ക് ആദ്യം കുറച്ച് മാറ്റേ വരുള്ളൂ. കാരണം ഇവിടെയാണ് നമ്മൾ ഹീലിംഗ് കൊടുക്കുന്നത്. വൈബ്രേഷനാണ് ബോധ മനസ്സിനുള്ളിലേക്ക് എനർജി പാസ് ചെയ്യാനുള്ളതായിട്ടുള്ള ഫാക്ടർ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ മൈൻഡിൻ്റെ ഉള്ളിൽ നിന്ന് ആ പോസിറ്റീവ് എനർജി പാസ് ചെയ്യുന്നതിനനുസരിച്ച് അവിടെ സബ് കോൺഷ്യസ് മൈൻഡിലാണ് ഹീലിംഗ് നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരിക്കുക. കാരണം എല്ലാവരും നമ്മൾ ഈ സ്ഥൂലമായിട്ടുള്ളത് മാത്രമല്ലല്ലോ, ഇതിനുള്ളൊരു എനർജി ഉണ്ടല്ലോ. തോട്ട്സ് എന്ന് പറയുന്നത് എനർജിയാണല്ലോ, എനർജി റിസീവ് ചെയ്യും. അപ്പം അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് പോകുന്നതായിട്ടുള്ള പോസിറ്റീവ് എനർജിയുടെ പവർ അനുസരിച്ച് അവരുടെ കോൺഷ്യസ് മൈൻഡിലും സബ് കോൺഷ്യസ് മൈൻഡിലും അതിന് മാറ്റങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ടാവും. ആ മാറ്റങ്ങൾക്കനുസരിച്ച് എത്ര തന്നെ തകർന്ന റിലേഷനാണെങ്കിലും ഒരു ദിവസം വരും നിങ്ങൾക്ക് നിങ്ങൾ പറയുന്ന സമയത്ത് അവർ കേൾക്കാനുള്ള മനോഭാവമുള്ള അവസ്ഥ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണ്. തീർച്ചയായിട്ടും ഹീൽ ചെയ്തെടുക്കുന്നതാണ്. ഇത് ക്രിയേറ്റ് ചെയ്യെല്ലാം നമ്മൾ സുഖപ്പെടുത്തിയെടുക്കുന്നതാണ്. ആ മുറിവ് സുഖപ്പെടുത്തുകയാണ് നിരന്തരമായിട്ട്. ഏതൊരു മുറിവാണെങ്കിലും ഇപ്പോൾ എല്ല് പൊട്ടിയാണെങ്കിൽ പറയുന്ന ഡോക്ടർമാർ 2 മാസം കിടക്കട്ടെ, ആ പൊട്ടനുസരിച്ച് പറയും ഇത്ര സമയം കഴിയട്ടെ എന്ന്. അതേപോലെ നമ്മുടെ ഉള്ളിലുള്ളതായിരിക്കും ഏറ്റവും മുറിവും അതിൻ്റെ സമയം അനുസരിച്ച് അതിനെ നമുക്ക് സുഖപ്പെടുത്താൻ സാധിക്കുന്നതേ ഉള്ളൂ. ക്ഷമയോടെ അതിനുവേണ്ടി
പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം. അത് വളരെ നല്ലൊരു പോയിന്റാണ് പ്രവീൺ ഭായി പറഞ്ഞത്, ക്ഷമയോടെ. കാരണം ഞാനൊരു 7 ദിവസമായി അവർക്ക് വേണ്ടി ഞാൻ വൈബ്രേഷൻ അയക്കണം, ഇന്ന് ഞാൻ വിളിച്ചു നോക്കട്ടെ, അപ്പോൾ വീണ്ടും അവരെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നതാണ് നമ്പർ, നമ്മളെ കോൾ എടുക്കുന്ന പോലുമില്ല, അല്ലെങ്കിൽ ഒരു മെസ്സേജ് റിസീവ് ചെയ്യുന്ന പോലുമില്ല. അതോടെ ഇവിടെ അങ്ങനത്തെ ഒരു 7 ദിവസമായി ഞാൻ ചെയ്യുന്നു, ഒരു റിസൾട്ടും എനിക്ക് കിട്ടിയിട്ടില്ല. അവിടെ നിങ്ങൾ സ്വയം അവനെ മുറിവേൽപ്പിച്ച് കഴിഞ്ഞു, അതുവരെ ചാർജ് ചെയ്തത് മുഴുവൻ ദാ ഇവിടുന്ന് ചോർന്ന് പോവുകയാണ്. അപ്പോൾ വീണ്ടും ഞാൻ കൊടുക്കാൻ പോകുമ്പോൾ വീണ്ടും എന്നെ ചാർജ് ചെയ്യണം. അതുകൊണ്ട് ആ മിസ്റ്റേക്ക് നമ്മൾ ഒരിക്കലും കാണിക്കരുത്. ഓട്ടോമാറ്റിക്കലി അത് സംഭവിച്ചിരിക്കും. പതുക്കെ അവരുടെ വൈബ്രേഷനിൽ നിന്ന്, എനർജിയിൽ നിന്ന്, റിസപ്ഷനിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയാണ് നമ്മളൊരു ബന്ധത്തിനെ ക്ഷമാപണം എന്ന മെത്തേഡിലൂടെ സുഖപ്പെടുത്തേണ്ടത്. ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ്. ഈ ഒരു സ്റ്റെപ്പിലൂടെ ഒരാൾ നമ്മളോട് സംസാരിക്കുന്ന സമയത്ത്, സെക്കൻഡ് സ്റ്റേജ്, ഒരാൾ ഇങ്ങനൊരവസ്ഥ വന്നിട്ട് ഒരാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇനിയിപ്പോൾ സപ്പോസ് അവരുടെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് നമ്മളോട് സംസാരിക്കാൻ തന്നെ വിചാരിച്ചോ, നമുക്ക് തോന്നുകയാണ് അവരവരുടെ ഭാഗം ന്യായീകരിക്കുന്നുവെന്ന്. നമ്മൾ ഇമോഷണലി അക്കൗണ്ട്സ് എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. എൻ്റെ ഇമോഷൻസ് അല്ലല്ലോ നിങ്ങളുടെ ഇമോഷൻസ് ആവുന്നത്, അതായിക്കൊള്ളുന്നില്ല വേറൊരാളുടെ ഇമോഷൻസ്. ഓരോരുത്തരുടെ ഇമോഷൻസും വ്യത്യാസമായിരിക്കും. അപ്പം ഞാൻ കണ്ട കണ്ണിലൂടെ അവരത് കണ്ടുകൊള്ളുന്നില്ല, അവർ കണ്ട കണ്ണിലൂടെ എനിക്കത് കാണാനും പറ്റിക്കൊള്ളുന്നില്ല. അപ്പം ഞാൻ എൻ്റെ കണ്ണിൽ കണ്ട കാര്യത്തിൻ്റെ ലെവൽ വെച്ചിട്ട് അവരെന്നോട് ആ കാര്യം ഹീൽ ചെയ്യാൻ, സംസാരിക്കാൻ വരുന്ന സമയത്ത് ഞാൻ കണ്ട കാര്യത്തിലല്ലാതെ അവരെ ഇമോഷൻസിൽ പറയുമ്പോൾ അതല്ല കേട്ടോ ശരി, ഇതിങ്ങനെയാണ് എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ ഒരിക്കലും അതിനെ സുഖപ്പെടുത്താൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് ആദ്യം നമ്മൾ സ്ഥൂലമായി ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരാളെന്നോടൊരു കാര്യം പറയാൻ വരുമ്പോൾ അവരെ ഇമോഷണൽ അക്കൗണ്ട്സിനെ അംഗീകരിക്കാതിരിക്കുന്ന ഒരവസ്ഥ വരരുത്. നിങ്ങളത് നന്നാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിർബന്ധമായിട്ടും ഒരാളുടെ ഇമോഷണൽ അക്കൗണ്ട്സിൽ അതങ്ങനെയാണ് എന്ന് സ്വീകരിക്കുക. കാരണം അവരെ ഫീലിംഗ് ആണല്ലോ അവർ പറയുന്നത്. ലെറ്റ് ദം. നമുക്ക് നമ്മുടെ ആയിരിക്കാം, പക്ഷെ ഞാനാണല്ലോ സുഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ആ സുഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരുടെ അടുത്ത് ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണല്ലോ അവരെ. അപ്പോൾ അവരുടെ ആ ഇമോഷണൽ അക്കൗണ്ട്സിനെ കൂടി സ്വീകരിക്കാനായിട്ട് തയ്യാറാവുക. ആ ഇമോഷണൽ അക്കൗണ്ട്സ് സ്വീകരിക്കുന്നതോടെ അവർക്ക് നിങ്ങളുടെ അടുത്ത് ഒരു കംഫർട്ട് സോൺ നിങ്ങൾ കൊടുക്കുകയാണ്. ആ കംഫർട്ട് സോണിൽ നിന്നിട്ട് അവർക്ക് നിങ്ങളോടൊരു ബന്ധം വീണ്ടും സ്ഥാപിക്കാൻ സാധിക്കും. അതല്ല എങ്കിൽ അവർക്ക് ആ ബന്ധത്തെ സ്ഥാപിക്കാൻ സാധ്യമല്ല. തീർച്ചയായും സിസ്റ്റർ, ശരിക്കും ഇന്ന് നമ്മൾ മനസ്സിലാക്കിയതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, പലപ്പോഴും നമ്മൾ സ്ഥൂലമായി ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സൂക്ഷ്മമായുള്ള കാര്യങ്ങളിലൂടെയാണ് നമ്മുടെ ബന്ധങ്ങളെ നമുക്ക് വീണ്ടും കൂട്ടിച്ചേർക്കാൻ സാധിക്കുക എന്നതാണ്. ഇനിയും ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ടല്ലേ സിസ്റ്റർ? ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് ഈ തന്ന അറിവ് ഒരുപാട് രഹസ്യം നിറഞ്ഞ അറിവുകളായിരുന്നു. ശരിക്കും ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു സൊല്യൂഷനാണ് സിസ്റ്റർ ഇന്ന് തന്നത്. അതിന് ഒരുപാട് നന്ദി. ഓം ശാന്തി. ഓം ശാന്തി. പലപ്പോഴും ഒരു ബന്ധത്തെ നമുക്ക് കൂട്ടിച്ചേർക്കാൻ നമ്മുടെ വാക്കുകൾ കൊണ്ട് ചിലപ്പോൾ നമുക്ക് സാധിക്കണമെന്നില്ല. അപ്പോൾ നമ്മളെ മനസ്സുകൊണ്ടും നമ്മുടെ ചിന്തകൾ കൊണ്ടും നമ്മുടെ വൈബ്രേഷനിലൂടെയും അതിനെ എങ്ങനെ സുഖപ്പെടുത്താം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കണ്ടത്. അടുത്ത എപ്പിസോഡിൽ കൂടുതൽ അറിവുകളുമായി നമുക്ക് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.